ഹലോ അച്ഛാ, ഞാനിപ്പോ കൊച്ചിയിലെ കോച്ചിങ് സെന്ററിൽ കൊച്ചിങ്ങൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുക. അച്ഛൻ ഇങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞ് എന്നെ കൊച്ചാക്കല്ലേ. വെച്ചേ അവള് വിളിക്കുന്നുണ്ട്. ഹലോ, എന്നാടി അമ്മ കുളിമുറി വീണെന്നാ? അന്നെടുത്ത് നോക്കി നിന്നാ, എടുത്ത് മാറ്റി കിടത്ത്, ബാക്കിയുള്ളവർക്ക് കുളിക്കണ്ടേ? എന്റെ ദൈവമേ, ഇവിടെ കോച്ചിങ്ങിനുള്ള പിള്ളേരൊന്നും വന്നില്ലേ? ഓരോരുത്തർ റെഡിയാകാൻ പോയിട്ടുണ്ടല്ലോ. എടാ ചിഞ്ചിലേഷേ, എന്നാടാ കുത്തിക്കാന്ന് ഇറങ്ങി വന്ന പുട്ട. എടാ നീ എന്ത് കോലമാടാ ഇത്? കണ്ടിട്ട് പേടിച്ചില്ലേ? പിന്നെ ഈ കോലം കണ്ടിട്ട് ഞാനും പേടിച്ചു. ആ പാന്റ് ഇങ്ങനെ എതിർത്തോ? ഞാൻ തരത്തില്ല. ഇതിന്റെ മൂട് കീറിയിരിക്കുവോ? അത് കുഴപ്പമില്ല, ഇത് എടുത്തിട്ട് താന്ന്. എടാ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവക്കറിയാവോ? അവൾക്കറിയൂല, പക്ഷെ എനിക്കറിയാലോ. അവക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളൂ. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഷട്ടിൽ കളിക്കാൻ അറിഞ്ഞിരിക്കണം. അതാണ്, അതെനിക്ക് കളിക്കാൻ അറിയൂലെന്ന് പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് നീ മര്യാദക്ക് പെരുമാറണം. ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും ബുദ്ധിമുട്ടിനും പോകാറില്ല. എല്ലായിടത്തും മര്യാദയ്ക്ക് ഞാൻ പെരുമാറാറുള്ളൂ. ഒരാളെടുത്ത് അങ്ങനെ പോകാത്ത ഒരാളാ ഞാൻ. ഇത് ആരോടാ ഈ പറയണത്? അവളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറഞ്ഞു. ആ കുട്ടിയോടല്ല, ആ കുട്ടിയുടെ മുമ്പിൽ നീ ഒന്നും കാണിക്കരുതാ. ഒന്നും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കാണും. ഞാൻ കാര്യം പറട്ടെ, കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പൊക്ക് വരെ കാണാം. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ എന്റെ പെങ്ങടെ കൊച്ച് ഒരു ഉറുമ്പിനെ കൊണ്ടുവന്നിട്ട് പൊക്കിൽ തുള്ളിട്ട് പറയണേ, ഇത് ഗുണാക്കേവാണെന്ന് പറഞ്ഞിട്ട് പറയാം, സുഭാഷേ ലൂസ് അടിക്കണം. ഇപ്പോഴും സുഭാഷ് ഗുണാക്കേവിന്ന് വന്നിട്ടില്ല. അന്ന് കാണിച്ചേ. ഇതെന്നാ ക്യാരംസ് ബോർഡിലെ കുഴിയാ? അതാ ഞാൻ പറഞ്ഞത്, ശരിയാവില്ല. അത് നിർത്താ, എന്നെടുത്താ. എടാ, നിനക്ക് ആ പെണ്ണിനെ വേണ? എനിക്ക് പെണ്ണിനെ വേണം. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഈ ബോക്സിന്റെ അകത്ത് കയറി നിൽക്കുക. ഇത് കൊറേ ബോക്സ് ഉണ്ടല്ലോ. ഇതാണ് കോർട്ട്. അപ്പൊ ആയിരിക്കണൊക്കെ അത് ജഡ്ജിയാണ്. ബഹുമാനപ്പെട്ട കോടതി, എന്റെ അമ്മാവനാണ് എന്നെ പറ്റിച്ചോണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങൾ മൊത്തം എഴുതി മേടിച്ചത്. കോടതി ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു നീക്ക് പോക്ക് ഉണ്ടാക്കണം. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറഞ്ഞ തൂക്കുകയറെങ്കിലും കിട്ടും. ഇവിടെ നീ നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ജഡ്ജി നിനക്ക് 50,000 രൂപ തരും. എന്താ മോത്തൊരു ജാലിയത? 75,000 കൊടുക്കാന്ന് ഇവിടെ കുറെ നാളായിട്ട് പറ്റിച്ചോണ്ടിരിക്കും, കൊടുത്തിട്ടില്ല. എപ്പോഴെങ്കിലും തരാം കേട്ടോ, എപ്പോഴെങ്കിലും തരാം. അവള് വരുന്നുണ്ട്. ഞാൻ കണ്ടു. എന്നെ എവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നത്? നീ തന്നെ എന്നാ കളിക്കാനായിട്ടാ വിളിച്ചത്? ഷട്ടിൽ ബാറ്റ് കളിക്കാൻ. അല്ലാണ്ട് കൊച്ചി രാജാവിന്റെ സിനിമാ സ്പൂഫ് കളിക്കാനല്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി പറ. തന്നെ ആദ്യമായിട്ട് കണ്ടത് ഊളംപാറ വെച്ച്. കുട്ടി എനിക്ക് വേണ്ടിട്ട് ഒരു ഉപകാരം ചെയ്യണം. ചോദ്യത്ത് കുറച്ച് വഴിപാട് എഴുതിച്ചു തരണം. സൂര്യനാരായണ വർമ്മ. എന്താ ഈ കാണിക്കണെന്താ? നിനക്കൊക്കെ കാവ്യമാധവനും ദിലീപും കളിക്കാമെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ജഗതിയെങ്കിലും കളിക്കട്ടെ. ഇത് ഇങ്ങനെ തെറ്റിപ്പോടാ മൊത്തം. മര്യാദ ഈ സ്കിറ്റ് എങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഇയാളുടെ തലേ വെക്കാട്ടാ. സ്കിറ്റ് കളിക്കും. നിനക്ക് ഷട്ടിൽ അറിയാൻ പാടില്ലെങ്കിൽ വേണ്ട. ടെന്നീസിനെ പറ്റി അറിയാവോ? അഭിരാമി ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാം കഴിഞ്ഞെങ്കിൽ അഭിരാമി പറയണം എന്തായിരുന്നു എന്റെ വേഷം. ടെന്നീസ് നിരഞ്ജനെ കാണുന്ന മുന്നേ ഞാൻ ടെന്നീസിനെ കണ്ടെങ്കിൽ ഞാൻ ടെന്നീസിനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. നിരപരാധിയായ 6 പേരെയാ ഞാൻ ബോംബെറിഞ്ഞ് കൊന്നത്. സമ്മർദ്ദത്തിനെയും മോഹൻലാലി. ഇത് സമ്മർ പാലസിലെ ഡ്രാക്കുളയാണത്. വെറുതെ ഞങ്ങൾക്ക് സമ്മർദ്ദം തരല്ലേ? ഇല്ല, ഞാൻ ബാക്കി പിടിച്ചോളാം. ആക്ച്വലി ഈ ഷട്ടിൽ ബാറ്റ് തന്നെ വേണം എന്ന് പറയുന്ന നിർബന്ധം എന്താ? എന്റെ പപ്പയാണ് ശരിക്കും എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. പപ്പ എവിടെയാ? പപ്പ ഇപ്പൊ ഓസ്ട്രേലിയ സിഡ്നിയിലാണ്. അതിപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. എന്ത്? കിഡ്നി. സിഡ്നി. തന്റെ ഡാഡി എവിടെയാ? ചുണ്ടിന് താഴെ. അത് തന്റെ താടി. തന്റെ ഡാഡി എവിടെയാണ്? ട്രെയിനിലാണോ ഡാഡി? അല്ല, ഞാൻ പറയട്ടെ. എന്റെ ഡാഡി അതല്ല, ഞാൻ പറയട്ടെ, ഒരു കണക്കിൽ പറഞ്ഞോട്ടെ. എന്റെ ഡാഡി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓസ്ട്രേലിയയിലെ ഉൾഗ്രാമമായ ക്യാഫിഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓസ്ട്രേലിയയിൽ ഉൾഗ്രാമൊക്കെ ഉണ്ടോ? ഉൾഗ്രാമില്ലാത്ത നാടുണ്ടോ? കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ, എറാകുളം, പടാകുളം, മേത്തല, അങ്ങനെ എല്ലാ നാട്ടിലും ഉൾഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പൊക്കത്താനോ? നിനക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന? ലോകരാജ്യങ്ങൾ മൊത്തം നിനക്കറിയാല്ല. ലോകരാജ്യോ? അവരുടെ കാഫി എന്ന് പറഞ്ഞ് പണ്ടത്തെ നസീറിന്റെ സത്യന്റെ സിനിമ ഉണ്ടോ? അതല്ല, ആ സിനിമയ്ക്ക് അത് വെടിവെക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ട്, ക്യാഫിയ ക്യാഫിയ. അതിന്റെ കൂടെ ചേർത്തു ക്യാഫിഫിയ ക്യാഫിഫിയ എന്നാക്കി. വേറെ കൂടുതൽ സംസാരിക്കാൻ കേട്ടോ. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ? എനിക്ക് നെറ്റ് പ്രാക്ടീസ് ഉണ്ടോ? ആണോ? നെറ്റ് പ്രാക്ടീസാ? ഇന്ന് നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടേ. ഞാൻ മരത്തള്ളി പോയിട്ട് കണ്ട പെമ്പിളോട്ട് ചാറ്റ് ചെയ്യും. അതാണ് ഈ നെറ്റ് റീചാർജ്. പോലെ ഒരു മിനിറ്റ്. എന്താണ്? എനിക്ക് മുള്ളണം. എവിടെ മുള്ളേണ്ടത്? എന്റെ നെഞ്ചത്തൊഴിച്ചു. അതിനൊരു സൗകര്യം ഉണ്ടോ? അറ്റാച്ച്ഡ് ആണ് ഇത്. അതിൽ എനിക്ക് എവിടെ മുള്ളണമെന്ന്.
എത്ര കാലമായി ശരിക്കും തുടങ്ങിയിട്ട്? ഇപ്പഴാ തുടങ്ങിയത്. ഇപ്പോഴോ? ഞാനൊക്കെ ശരിക്കും കുഞ്ഞുനാള് തുടങ്ങിയതാ. എങ്ങനെ പിടിച്ചു ഇത്രയും ആള്? അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? ഇതിന് സ്പിരിറ്റ് ഒക്കെ ഉണ്ടോ? പിന്നെ മുട്ടി മുട്ടി നിന്നാ മതി. മുട്ടിട്ടാ നിക്കണതേ. മുട്ടുന്നുണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞാൽ നെറ്റി കൊള്ളാണ്ട് നോക്കണം. പണ്ട് കുഞ്ഞിലെ ഞാനും എന്റെ കുറെ കൂട്ടുകാരന്മാരും കൂടി ബെറ്റ് വെക്കും. എന്നിട്ട് മതിലിന്റെ പക്കത്ത് കൂടെ എന്ന് പറഞ്ഞിടും. ഇതുവരെ ഒരു തുള്ളി പോലും നെറ്റി കൊണ്ടിട്ടില്ല. ഞാനെന്താ ഉദ്ദേശിച്ചത്? ഉള്ളണ കാര്യം ഇത് ഞാൻ ഷട്ടിൽ കളിക്കണ കാര്യം ഉദ്ദേശിച്ചത്. എന്റെ മുമ്പിൽ നാണം കെട്ടു. പെണ്ണിന്റെ മുമ്പിൽ നാണം കെട്ടേ. നാണം കെട്ടു. നാണം കെട്ട് കുഞ്ഞില്ല. അനിവാ. അനിവായ. എനിവേ എന്താണ് പേര്? എന്റെ പേര് ചഞ്ചൽ. എന്റെ പേര് ചിഞ്ചിൽ. ചിഞ്ചിൽ? ചഞ്ചലും ചിഞ്ചിലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചിലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ചഞ്ചലും ചിഞ്ചലും. ചിഞ്ചിലും ചഞ്ചലും. ഇത് തൊപ്പിയാണോ ചിഞ്ചിലമേലാണോ? ശരിക്കും കൊഞ്ചല. കൊഞ്ചലോ? താൻ ഭയങ്കര കൊഞ്ചലാണോ? ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. താൻ അണ്ടർ 30 ആണോ 30 എബോ ആണോ? അണ്ടർ 30 ആണോ 30 എബോ ആണോ? അണ്ടർ 95. എന്റെ ദൈവമേ, 95 വയസ്സുള്ള മുതുക്കനാണോ താൻ? വയസ്സാണ് ചോദിച്ചത്. ഞാൻ കേട്ടത് സൈസ് ആണെന്നാണ്. വയസ്സ് 35. 35 ഉണ്ടോ? കുറയ്ക്കണോ? കുറയ്ക്കാൻ പറ്റോ? എടോ, കുറയ്ക്കാൻ പറ്റോന്നല്ല, കുറയ്ക്കാൻ പറ്റോന്ന്. തനിക്ക് വേണ്ടി ഞാൻ എന്തും കുറയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ശരിക്കും തനിക്ക് ഷട്ടിൽ മാത്രമാണ് അറിയുന്നത്, ബാസ്കറ്റ് ബോൾ അറിയോ? കഴിഞ്ഞ ആഴ്ച ലീവിന് നിന്നിട്ട് ഇന്നലെ പോയുള്ളൂ. കുറെ അണ്ടിപ്പരി മുന്തിരിപ്പ തന്നായിരുന്നു. ആര്? മസ്കറ്റ് ബോള്. ബാസ്കറ്റ് ബോൾ അല്ലടോ, ബാസ്കറ്റ് ബോൾ അറിയോന്ന്? ആ മറ്റേ പൊട്ടിയ ബക്കറ്റിനകത്തേക്ക് മറ്റേ ബോൾ എന്ന പരിപാടി. ബാസ്കറ്റ് ബോളിനെ പറയണ പറച്ചില് കേട്ടോ. ഇവിടുന്ന് വന്നോളൂ താൻ. എന്താ സംഭവം അറിയാമോ? എനിക്ക് ഈ ബാസ്കറ്റ് ബോൾ ഒന്നും അറിയാൻ പാടില്ല. എനിക്ക് ആ കൂടി അറിയാം ഷട്ടിൽ ബാറ്റ് അറിയാം, ടെന്നീസ് അറിയാം, ബാഡ്മിന്റൺ അറിയാം. അപ്പൊ ഷർപ്പാവുടെ പെർഫോമൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് റിസർവ് പെർഫോമൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ വിരൽത്തും എന്നെ മറുവിൽത്തും എടോ, ഞാൻ മരിയ ഷർപ്പാവുടെ കാര്യം ചോദിച്ചത്. എനിക്കറിയാൻ പാടില്ലേ മരിയ ടർപ്പായ? ഇയാളെന്താ പറഞ്ഞത്? ഷർപ്പാവോ? ഷർപ്പാവ ടർപ്പായ. ഞാൻ പ്രാവശ്യം വെച്ചൊരു കോമഡിക്ക് വേണ്ടി എടോ, ഈ ഷർപ്പാവോ $700 കടം മേടിച്ചിട്ട് അമേരിക്ക പോയി കളിച്ച പെണ്ണാ. ഇവിടെ 70 രൂപ കടം മേടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി. ഒന്നുമില്ല. എന്നാ പിന്നെ പറഞ്ഞു നിൽക്കാണ്ട് തനിക്ക് ഗെയിം കളിക്കാം. നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എനിക്ക്? പിന്നെ ഞാൻ കേരളത്തിൽ പോയി കേരളത്തിന് വേണ്ടി കളിച്ച പെണ്ണല്ലേ? കേരളത്തിന് വേണ്ടി കളിച്ച പെണ്ണല്ലേ? ഞാനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ അഹങ്കാരമൊന്നും കൊണ്ടുനടക്കാത്ത ആൾക്കാരാ. ഞാൻ ട്രോഫിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, സോപ്പ് പെട്ടിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി ഇതുവരെ കളിച്ചിട്ടുണ്ട്. ഇനി അഥവാ കേരളം അങ്ങനെ സമ്മാനമായിട്ട് കിട്ടിയാൽ ഞാൻ വീട്ടിൽ വെക്കാൻ സ്ഥലം ആകെ 2 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ ഷട്ടിൽ കളിച്ച് സ്വർണ്ണം വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് കൂടെ കളിച്ച ആരെങ്കിലും അഴിഞ്ഞു പോയതായിരിക്കും. എടുത്തു വെക്കാണ്ട് അവർക്ക് കൊടുക്കില്ല. നാണക്കേടാത്. എനിക്ക് സമ്മാനമായിട്ട് സ്വർണ്ണം കിട്ടിയിട്ടുണ്ട്. സമ്മാനമായിട്ട് സ്വർണ്ണം കിട്ടിയെന്നാണ് പറഞ്ഞത്. പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ? ക്രിക്കറ്റാ? ഫുട്ബോള്? വോളിബോളാ? നീന്തലാണല്ലേ? ഏർപ്പന്ത്? ഇതെന്താണോ കളരിയാ? എല്ലാം എനിക്കിഷ്ടം. എല്ലാം ഇഷ്ടം. വേറൊരു കാര്യം, ഞാൻ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഈ ഷട്ടിൽ ബാറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കളി എന്താ പറയുമോ? എന്താ? ഹോക്കി. അത് മറ്റേ കൊടുങ്കാറ്റല്ലേ? അത് ഹോക്കി, ഇത് ഹോക്കി. എന്തായാലും നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മാറ്റുന്ന കാര്യം നമ്മൾ സംസാരിക്കേണ്ടത് മനസ്സിലാവും. തന്റെ പല്ലിന്റെ ഗ്യാപ്പ് കൊണ്ട് എന്നെ മുഖത്തേക്കാണ് കാറ്റടിക്കണത്. അതാണ് കുഴപ്പം. ചുമ്മാ ഞാൻ ഒച്ചത്തി പേപ്പറൊക്കെ വയ്ക്കുമ്പോൾ പേപ്പറൊക്കെ പറന്നു പോണത്. ഞാൻ എന്റെ വീട്ടിൽ അച്ഛനടുത്ത് പറഞ്ഞു നമ്മുടെ വീട്ടുപേരെങ്കിലും മാറ്റാന്ന് പറഞ്ഞു. കേട്ടില്ല? എന്താ തന്റെ വീട്ടുപേര്? ഹൗസ്. അതൊക്കെ പറ, അവരൊക്കെ പറന്നു പോകും. സോറി. പിന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം സർവ് ചെയ്യാം. അല്ല എന്താ പറഞ്ഞു? നമുക്ക് തുടങ്ങാന്ന്. ഗെയിം തുടങ്ങാം. നമുക്ക് കുറെ ഡയലോഗ് കണ്ടിട്ട് അവസാനം പ്ലേ കൊണ്ടിട്ടാ പോരെ? അതിന്റെ ആവശ്യമില്ല. താനിവിടെ എന്തിനാ വന്നത്? ഞാൻ ഇവിടെ കളിക്കാനല്ലേ? എന്നാ ഗെയിം തുടങ്ങിയിട്ട് മതി. കുറച്ച് കണ്ട് കളിച്ചാ പോരാ. നമുക്ക് കുറച്ച് താൻ അങ്ങോട്ട് പോടൂ. കളിക്കണം നിർബന്ധമാണ്. പിന്നെ കളിക്കണ്ടേ? കളിക്കാം. താനിതിന് എന്റെ കോട്ടി വന്നിരിക്കണം, അപ്പുറത്തെ കോട്ടി പോ. നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. ഇവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കളിക്കോ? ഇവിടെ തന്റെ കോട്ട അത് അപ്പുറത്ത് പോ. എന്ത് കഷ്ടം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ടിങ്. ഹലോ. ഒരു സ്റ്റാർട്ടിങ് കൂടി. ഇത് കൊള്ളാം. നല്ല സ്റ്റാർട്ടിങ്. 3 സ്റ്റാർട്ടിങ് ആവണ്ടട്ടോ. മതി, ഇനി സ്റ്റാർട്ടിങ് ആയിട്ട് അപ്പുറത്ത് പോടോ. ഗെയിം വേണ്ട, സ്റ്റാർട്ടിങ് നല്ലത്. സ്റ്റാർട്ടിങ് മതി. ഇനി തന്റെ സ്റ്റാർട്ടിങ് കൂടുതലുണ്ട് കുറച്ച്. ശരി, ഇത് ഭയങ്കര പാറട്ടെ സാധനം. ഓക്കേ, ഞാനൊന്ന് നിക്കട്ടെ. അയ്യോ, ഈ മൂടുള്ള പ്രാവിന്റെ ഉടനെ എന്തി? ഇതാണ് കോർക്ക്. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ലേ? ഞാൻ തമാശ പറഞ്ഞോളൂ. സംഭവം ഉണ്ടല്ലോ, ഈ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ സാധനം. എത്രയൊക്കെ നമുക്ക് ചന്തിക്കിട്ട് തട്ടിയാലും പിന്നെ കളിക്കാൻ വേണ്ടി വരുന്നേ. അത് വിടും. നമുക്ക് ഓക്കെ. ഞാൻ ഓക്കെ. ഗെയിം തുടങ്ങാം.
അപ്പൊ ആദ്യ സർവീസ് ഞാനാണേ. അപ്പൊ ഞാൻ സെൻസസ് എടുക്കാം. എന്ത്? താൻ സർവേ ചെയ്യുമ്പോ ഞാൻ സെൻസസ്. എടോ ഞാൻ ഫസ്റ്റ് കളി തുടങ്ങാന്നാ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ തുടങ്ങിക്കോ. തുടങ്ങാം. ആ ഓക്കെ. ഓക്കെ. ഐഷാൽ. ആമിന. എന്താണ്? താൻ ഐഷ എന്ന് വിളിച്ചു, ഞാൻ ആമിന എന്ന് വിളിച്ചു. ഇനി ഫാത്തിമ ഉണ്ട്, ജമീല ഉണ്ട്, ഡയാൻ ഉണ്ട്, ആലീസ് ഉണ്ട്, എലീൻ ഉണ്ട്, ഷേഖ് ഉണ്ട്. എടോ ഒന്ന് നിർത്തടോ. ഞാനൊരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. ആണോ? ആ. തനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്. എന്താണ്? ഞാൻ തമാശ പറഞ്ഞോ. ശരിക്കും ഷട്ടിൽ കളിക്കാരനാണ് അത് കോമഡിക്കാരനാണ്? ഷട്ടിൽ കളിക്കാനായിട്ട് നമ്മൾ തമാശ പറഞ്ഞു, എന്നാലും രസമുള്ളൂ സംഭവം. എന്റെ കോമഡി ഇത്തിരി കൂടുതൽ. ഓക്കെ ഓക്കെ. സോനെ എന്താണ് തൊട്ടിലാട്ടി ഉറക്കണേണോ താൻ കോർക്കിന? ഇത് വെച്ച് വീശി വീശിട്ട് കാറ്റുകൊണ്ട് ഉറക്കം വരുന്നു. താൻ എവിടെയും കിടന്ന് ഉറങ്ങിക്കോ, അതാ നല്ലത്. താൻ എവിടെയും കിടന്ന് ഉറങ്ങിക്കോ. എടോ താൻ ഇത് എവിടെ പോണേടോ? എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാനോ? ഞാൻ ശരിക്കും എന്തിനാ വന്നത്? ഞാൻ കളിക്കാൻ. ആണല്ലോ, എന്നാ കളിക്ക്. ഓക്കെ. ലവ് യു. എന്തോ സാധനം പറയുന്നത് എന്താ? ഐ ലവ് യു. ഓടി പറമ്പിൽ പോയിട്ട് കിണി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എന്ത് കളിച്ചു കഴിഞ്ഞാൽ എതിർവശത്തെ ടീം പോയിട്ട് അവിടെ പോയി പറക്കണം. ഞാൻ കുറച്ച് ആദ്യം ആ കോർക്കിന്റെ മൂട്ടിട്ട് ഈ ബാറ്റ് കൊണ്ടൊന്ന് തട്ടണം, എന്നാലേ കോർക്ക് പോവുള്ളൂ. ഇത് കൊണ്ടിലിറങ്ങുന്നത്. ഇല്ല. അയ്യോ സോറി സോറി. ഇയാളെന്താ അരിയാട്ടാൻ വന്നേക്കണ ഇവിടെ? എക്സസൈസ് എക്സസൈസ്. ഇതാണ് എക്സസൈസ്. എക്സസൈസ്. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് ശരിക്കും ഷട്ടിൽ എന്താണെന്നറിയാവോ? അതെന്താന്നറിയോ? നിങ്ങളുടെ കോച്ചില്ലേ പുള്ളി പുട്ടും മീൻകറിയും കൂട്ടുണ്ടാക്കിയത്. ബെസ്റ്റ്. ഒരു കാര്യം പറയാം, ആ ഒരു കാര്യം മാത്രം എന്നോടും ആയിരിക്കണം ചേച്ചിമാരോടും മാത്രം പറയരുത്. 24 മണിക്കൂറും രാവെന്നോ പകലൊന്നോ ഇല്ലാതെ എല്ലാ സ്ഥലത്തേക്കും ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും ജോബ് ഉണ്ടല്ലേ? ഷട്ടിൽ നടത്തുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, തനിക്ക് ഈ ഷട്ടിൽ കളി എന്താണെന്നറിയാവോന്ന്? എന്റെ അടുത്തേ, ഹലോ മിസ്റ്റർ, ഈ ബാറ്റ് പിടിക്കാൻ അറിയാവോ? കൈയടിക്കാൻ അറിയാവോ? അറിയാ. ഒരുത്തൻ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ കളിക്കുമ്പോ ജസ്റ്റ് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ നന്നായിട്ട് കളിക്കൂലേ? സംഭവം എന്നെ പറഞ്ഞാ മതി. താൻ എനിക്ക് ഷട്ടിലൊന്നും കളിക്കണ്ട. തനിക്ക് ഷട്ടിൽ കളിക്കാൻ അറിയാൻ പാടില്ലെന്നും താൻ ഇവിടെ എന്തിനാ വന്നേന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരു പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണ്ടേ? അതെങ്ങനെയാണ്? തനിക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന ആൾക്കാരിൽ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ്. അല്ല, ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമെങ്കിലും തന്റെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്നെ ഇഷ്ടായ? അയ്യോ, ഇതിങ്ങനെ ഇരുന്നാ? ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം പറയട്ടെ, എന്റെ പപ്പ ഓസ്ട്രേലിയയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. താൻ നാളെ രാവിലെ ഒന്ന് പപ്പനെ ഒന്ന് കാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും. ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ. ഹലോ, ഷോട്ട് അടിച്ചു പോണോ? 2 ഷോട്ട് ഒന്ന് പോയടോ. എനിക്ക് ബെസ്റ്റ് ഇഷ്ടപ്പെട്ട കുറെ ഷോട്ടുകളുണ്ട്, അത് വേണമെങ്കിൽ. എന്താ ചെയ്യാ? ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാള് ഷട്ടിൽ ബാറ്റിന്റെ പുറകെ നടന്നത്. അവൾക്ക് കളി എന്ന് പറഞ്ഞ കുഴപ്പമില്ല, എന്നെ ഇഷ്ടമുണ്ട് അവൾക്ക്. എന്റെ ഡാഡി കാഫിഫിയുള്ള ഡാഡിയോടൊന്ന് വരാൻ പറയണ്ടല്ലോ. വരുമ്പോ സ്റ്റിക്ക് എടുക്കണേ. സ്റ്റിക്കാ? എന്ത്? ചേട്ടൻ ഭയങ്കര ഹോക്കി പ്ലെയർ ആണെന്നല്ലേ പറഞ്ഞത്? എന്റെ പപ്പ ശരിക്കും ഭയങ്കര ഹോക്കി പ്ലെയർ ആണ്. എന്റെ പപ്പേനെ ഹോക്കി കളിച്ച് തോപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ. ഹോക്കി ഓക്കെ അല്ല? ഓക്കെ 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 ഓക്കെ. ശരി, ഞാൻ വരാം. അതെ, ഈ ഹോക്കി എന്ന് പറഞ്ഞ എന്താണ്? വിഷ്ണുപ്രിയ ഷജീർന്ന് മാത്രം പറഞ്ഞപ്പോഴേ മൂന്നാമതൊരാളാ വന്നിട്ട് വൻ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സിനിമയില് ക്യാമിയോ റോളിന് ആദ്യമേ പ്രസന്റ് ചെയ്യോ? ഇല്ല, ശരി. പകുതിയിലല്ലേ സിനിമ തീർന്നിട്ടല്ലേ നമ്മൾ അറിയൂ. അതാണ് പ്രവീൺ ചേട്ടൻ. അവിടെ ചേച്ചിമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി? എല്ലാരും വൻ കയ്യടിയായിരുന്നു കേട്ടോ. ചേച്ചിമാർക്ക് ഷട്ടിൽ അറിയാവോ? കളിക്കുന്നവരാണോ? അവർക്ക് ഷട്ടിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് സമയം വേണ്ടടാ. വേറെ കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുട്ടിയകലിന് KSRTC കിട്ടിയതാ. പിന്നെ സീരിയസ് ആയിട്ട് പക്ഷെ അവന് കാറ്റടിച്ച ഛർദിക്ക് അതുകൊണ്ട് പോയില്ല. ഞാൻ കാറ്റടിച്ചാലും ഛർദി, പുള്ളി വാറ്റടിച്ചാ ഛർദി. അത് നന്നായിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് പോവാം. എന്തു പറയുന്നു ചേച്ചി? ഇവരെല്ലാരും അസാധ്യം ആക്ടേഴ്സ് ആണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആ എൻഡിങ് ഭയങ്കര ഭയങ്കര ഷജീർ നല്ല അമ്പിളിക്കുട്ടനാണ്. ചുറ്റുമണി. ബട്ട് whatever said and done, super. Super. ബാറ്ററി എങ്ങനെയാണെങ്കിൽ എത്രത്തോളം ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ? നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ വിഷ്ണുപ്രിയക്കാണ് സമാധാനമായത്.
ഇത്തവണ കയ്യിലൊന്നും എഴുതി വെച്ചില്ലേ? ഇല്ല. എന്നെ എവിടെയായിരുന്നു? ഇന്ന് ഫോണിലിരുന്നു. ചേച്ചി ആ 30,000 റുപ്പീസ് ഒന്ന് ഇട്ടുതരാവോ? ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത സ്കിറ്റിൽ കണ്ടുപോകും. Okay. ഓക്കെ, Okay. ഈ 70,000 രൂപ അൺലോക്ക് എന്നുള്ള വാക്ക് ഇപ്പോഴും പറഞ്ഞു സ്കിറ്റില്. ചെയ്ത് കാണിക്കണേ. കാണിക്കും ആ, ഞങ്ങൾക്ക് കൈയടിക്കാനുള്ള അതിന്. ആ.